നമ്മുടെ നാട്ടിലുണ്ടല്ലോ രാമചന്ദ്രൻ സാർ, ഈ മനഃപൂർവ്വം കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണോ CPM? എനിക്കങ്ങനെ തോന്നാൻ കാരണം കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിൽ CPMൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സത്യനാഥൻ എന്നോ മറ്റാണ് പേര്, അദ്ദേഹത്തിന് ഉത്സവത്തിനിടയ്ക്ക് അതിദാരുണമായി മഴുവിന് വെട്ടി ആരോ കൊന്നു. ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് വെച്ചാണ്. വളരെ ദാരുണമായ സംഭവമാണ്. പക്ഷേ പിടിയിലായത് ഒരു CPMൻ്റെ തന്നെ പ്രവർത്തകൻ, മുൻ മെമ്പറാണെന്നും പറയുന്നു, ഇപ്പോൾ നിലവിൽ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാണെന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ കൊലപാതകം നടന്ന ഉടനെ നമ്മുടെ M. സ്വരാജ്, PK ശശി തുടങ്ങി എറണാകുളത്തെ യുവനേതാവായ അരുൺ കുമാർ, MLA വിജയൻ തുടങ്ങിയവരുടെയൊക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വന്നു. RSS ഭീകർ ഒരു സഖാവിനെ കൂടി കൊന്നിരിക്കുന്നു. കൈരളി ചാനൽ അതുപോലെ വാർത്ത ചെയ്തു. ഇതൊക്കെ കണ്ടിട്ട് CPM പ്രവർത്തകർ RSSകാരുടെയൊക്കെ വീട് ആക്രമിക്കുകയും അവർ തിരിച്ചടിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ കേരളത്തിൽ ഒരു വലിയ കലാപം ഉണ്ടാകുമായിരുന്നു. അതെ. പക്ഷേ ഭാഗ്യവശാൽ നേരം വെളുത്തപ്പോൾ പോലീസ് പറഞ്ഞു അത് കൊന്നത് CPMകാരൻ തന്നെയാണെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ M. സ്വരാജ്, അദ്ദേഹം ഉത്തരവാദിത്വത്തോടെ സത്യം മാത്രമേ പറയാവുള്ളൂ എന്ന് പറഞ്ഞ് വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പോലും നിമിഷ നേരം കൊണ്ട് ഒരാൾ കൊല്ലപ്പെട്ടാൽ ഉടൻ RSS ആണ് എന്ന് പറയുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ തിമിരമോ പകയോ വെച്ച് നാടിനെ നശിപ്പിക്കുന്ന തരത്തിൽ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്, സാധാരണഗതിയിൽ പാർട്ടി ഒരു കൊല നടത്തുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ സ്വരാജും അറിഞ്ഞിരിക്കേണ്ടതാണ്, പാർട്ടി ആലോചിച്ച് ചെയ്തതാണെങ്കിൽ. ഇത് പക്ഷെ പാർട്ടി അങ്ങനെ സംസ്ഥാന തലത്തിൽ ചെയ്തതല്ലാത്തത് കൊണ്ട് ആയിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. എന്നാലും ഇങ്ങനെ ഒരു ആലോചിക്കാതെ, കരുതലില്ലാതെ ഈ പ്രതികരണങ്ങൾ വന്നപ്പോൾ ഞാനും ആലോചിച്ചു. പക്ഷെ കരുതലില്ലാതെയാണെന്ന് തോന്നുന്നില്ല സാർ, കരുതിക്കുട്ടിയാണെന്ന് തോന്നുന്നു. കാരണം CPM എക്കാലത്തും ചെയ്യുന്നത്, ഇനി പാർട്ടി സാർ പറഞ്ഞ പോലെ പാർട്ടി ആലോചിച്ച് പാർട്ടി തീരുമാനിച്ച് കൊലപാതകം നടത്തിയാലും ഇവരെന്ത് ചെയ്യും? ഒറിജിനൽ പ്രതികളെയല്ല, ഡമ്മി പ്രതികളെയാണ് കൊടുക്കാറ്. പണ്ട് അങ്ങനെയാണ് നമ്മുടെ പല കോടതികൾ പോലും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ സമീപകാലത്തുണ്ട്, ഇപ്പം ഫസൽ വധക്കേസ്, CPMൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ആൾ, ദേശാഭിമാനി ഏജൻ്റ് ആയിരുന്ന ആൾ NDF ചേർന്നു. അയാൾ തേജസ് പത്രത്തിന് വിതരണക്കാരനായി. അയാളെ വെട്ടിക്കൊന്നിട്ട് കൊല്ലാൻ ഉപയോഗിച്ച വാളെല്ലാം കേസരി മാസികയുടെ താളുകളിൽ പൊതിഞ്ഞ് RSSകാരുടെ പറമ്പിൽ കൊണ്ടിട്ടു. പാവപ്പെട്ട RSSകാരെ പിടിച്ചുകൊണ്ട് പോയി പോലീസ്. ഒടുവിൽ പോലീസിന് മനസ്സിലായി RSSകാരല്ല എന്ന് പറഞ്ഞ് യഥാർത്ഥ പ്രതികളെ പിടിച്ചപ്പോൾ അതിനകത്ത് കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഫസൽ വധക്കേസിലെ പ്രതി. ഇതിലും ഈ ചെയ്തിരിക്കുന്ന ആള് ഈ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു അപകടം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇയാളെ ഞങ്ങൾ നേരത്തെ തന്നെ പുറത്താക്കിയതാണ് പാർട്ടിക്കാർ ഭാവിക്കാറുണ്ട്. അങ്ങനെ ഭാവിച്ചതും ആകാം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ സത്യനാഥൻ ലോക്കൽ സെക്രട്ടറി കൊല്ലപ്പെട്ടയാൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മുമ്പിൽ വെച്ചാണ് കൊന്നിരിക്കുന്നത്. നിഷ്ഠുരമായിട്ടാണ് കൊന്നിരിക്കുന്നത്. ഒരു സർജിക്കൽ പ്രിസിഷൻ ആ കൊലപാതകത്തിലുണ്ട്. സാധാരണഗതിയിൽ TP ചന്ദ്രശേഖരന്റെ കൊലയിലൊക്കെ കാണുന്നത് പോലെ ജയകിഷൻ മാസ്റ്ററുണ്ട്. CPM കൊലയാളി സംഘത്തിന്റെ പ്രധാന ആയുധമാണ് മഴു. അത് ഉപയോഗിച്ചാണ് കൊന്നിരിക്കുന്നത്. പരശുരാമന്റെ ആയുധമാണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോ പരശുരാമൻ പക്ഷേ നമുക്ക് ജീവിക്കാൻ മണ്ണുണ്ടാക്കി തരാനാ മഴ ഉപയോഗിച്ചത്. അല്ല, അദ്ദേഹം പക്ഷെ ഒരുപാട് ക്ഷത്രിയന്മാരൊക്കെ അത് കേരളവുമായി ബന്ധപ്പെട്ടല്ല. അതല്ല, കേരളത്തിലല്ല, കേരളത്തിൽ നമുക്ക് ഭൂമി ഉണ്ടാക്കി തരികയാണ് ചെയ്തത്. പക്ഷെ ഒരു ആയുധത്തിന്റെ വഴി അദ്ദേഹം മാർക്സിസ്റ്റുകൾക്ക് കാണിച്ചു കൊടുത്തു. അതെ അതെ. അപ്പോൾ അങ്ങനെയാണ് ഈ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കൊന്ന അഭിലാഷിന്റെ ഒരു പുരാവൃത്തം നോക്കിയാൽ ഇദ്ദേഹം വീട്ടിൽ നിർത്തി പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്തതാണ്. പക്ഷെ നല്ല കാര്യങ്ങളാണ് പഠിപ്പിച്ചതെങ്കിൽ അദ്ദേഹം നന്നായി പോയേനല്ലോ ഈ അഭിലാഷ്. മാത്രമല്ല മുമ്പ് മുനിസിപ്പൽ ചെയർമാൻ്റെ K. സത്യൻ്റെ ഒക്കെ ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തിന് പാർട്ടി ബന്ധങ്ങൾ ധാരാളം ഉണ്ട്. കൊന്നയാൾക്ക് എവിടെയോ വെച്ച് ഈ സത്യനാഥനുമായിട്ട് അഭിലാഷ് തെറ്റിയിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും അദ്ദേഹത്തിന് വേണ്ട പ്രോത്സാഹനങ്ങൾ ഈ സത്യനാഥൻ കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ, സംരക്ഷിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇയാളുടെ ആരോ എതിരാളികളൊക്കെ ആക്രമിച്ചപ്പോൾ പാർട്ടി സംരക്ഷിച്ചില്ല എന്ന്. പക്ഷേ പാർട്ടി വളർത്തിയ ഒരു സംഘത്തിലെ അംഗമായിരുന്നിരിക്കണം അഭിലാഷ്. അല്ല, അത് അവരുടെ കുടുംബകാര്യം. അവർ കൊല്ലുവോ വളർത്തുകയോ ഒക്കെ ചെയ്യട്ടെ. അതിൻ്റെ പേരിൽ
ഉടനെ വിളിച്ച് RSSകാരാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്തു. ഉത്തരവാദപ്പെട്ട വലിയ നേതാക്കന്മാർ. സ്വരാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. സ്വരാജൊക്കെ ഇത് പറയുമ്പോൾ ഈ ചോര തിളയ്ക്കുന്ന ഇപ്പോഴും പുഷ്പനെ അറിയാമോ എന്നൊക്കെ അതിവൈകാരികമായി പാടുന്ന സഖാക്കളുണ്ട്. ഇവരെല്ലാം കൊടുവാളുമായി ഇറങ്ങി BJPക്കാരനെയോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനെയോ ഒക്കെ ആക്രമിച്ചു. അവർ തിരിച്ചടിയൊക്കെ ഉണ്ടാക്കിയാൽ ഈ നാട് അവിടെ പോകും. സ്വരാജൊക്കെ ഇത്ര ഇറസ്പോൺസിബിളായിട്ട് പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? സുനിൽ പറയുന്ന കേട്ടാൽ തോന്നും ഇത് ആദ്യമായിട്ടാണ് CPM അവരുടെ ഒരാൾ കൊന്നിട്ട് RSSന്റെ തലയ്ക്ക് വെക്കുന്നതെന്ന്. അല്ല, ഇപ്പോൾ തിരുവല്ലയിൽ PB സന്ദീപ് കുമാറിനെ കൊന്നൊരു കേസില്ലേ, തിരുവല്ല പെരിങ്ങര ലോക്കൽ സെക്രട്ടറി. അതും ഒരു ലോക്കൽ സെക്രട്ടറിയുടെ കേസാണ്. അത് ഈ ക്രിമിനൽ ജോലി തന്നെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് സന്ദീപിനെ കൊന്നത്. പക്ഷെ സന്ദീപ് കൊല്ലപ്പെട്ട ഉടനെ CPMകാർ എന്താ പറഞ്ഞേ? RSSകാർ ആണ് കൊന്നതെന്നല്ലേ അന്ന് പറഞ്ഞത്. ആ കേസ് എന്തായിരുന്നു? ഈ ബൈക്കിൽ സന്ദീപ് പോകുമ്പോൾ ഒരു കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങിയതിനെ ചൊല്ലി കടക്കാരനുമായിട്ട് തർക്കം. ഈ സംഘം അത് പറഞ്ഞ് ഒതുക്കി തീർത്ത് സന്ദീപ് തിരിച്ചു പോകുമ്പോൾ പുറകെ പോയിട്ട് ഈ സംഘം ജിഷ്ണു, പ്രമോദ്, നന്ദു, പിന്നെ അതിൽ കണ്ണൂർ ഫൈസൽ എന്ന് പറഞ്ഞൊരാളും കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് വ്യാജ പേരാണെന്ന് പിന്നീട് തെളിഞ്ഞു. അയാളുടെ പേര് മൊഗ്രാൽകാരനൊരു മൻസൂറായിരുന്നു. കാസർഗോഡ്. അതെ അതെ അതെ, അയാൾ പറഞ്ഞ പേരൊക്കെ തെറ്റായിരുന്നു. മാത്രമല്ല, ഇവർ അവിടെ വന്നിരുന്നത് കരുവാറ്റയിൽ അരുൺ എന്ന് പറഞ്ഞിട്ടൊരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ ലോഡ്ജിൽ പൂട്ടിയിട്ടിട്ട് ഈ അരുണിന്റെ ബൈക്കിലാണ് അവര് ഈ കടയിൽ വന്നിരുന്നത്. ഇതൊക്കെ പിന്നീട് തെളിഞ്ഞു വരികയുണ്ടായി. RSSുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യത്തിലാണ് അത് വന്നത്. ഇതുപോലെ തന്നെ ഇപ്പൊ ജനത്തിനൊക്കെ അത്യാവശ്യം വിവരം ഉണ്ടായി തുടങ്ങിയെന്ന് തോന്നുന്നു. കാരണം അന്നും RSSകാരാണെന്ന് കൊന്നതെന്ന് പറഞ്ഞിട്ട് കലാപത്തിലേക്കൊന്നും പോയില്ല ഭാഗ്യത്തിന്. ഒരു സ്ഥലത്തും റിട്ടാലിയേഷൻ സാധാരണഗതിയിൽ ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു കാര്യം RSS ചെയ്തായിട്ട് ഒരിക്കലും കേട്ടിട്ടില്ല. അങ്ങനെ ആവശ്യമില്ലാതെ ആരുടെയും തലവെട്ടാനൊന്നും RSS പോയിട്ടില്ല. ഇനി അങ്ങനെ ചെയ്തിട്ട് അതുപോലെ CPMകാരാണെന്ന് പറഞ്ഞതായിട്ടും കേട്ടിട്ടില്ല. എന്തിനു സാർ ഇത് ഏറെ പറയേണ്ട? TP ചന്ദ്രശേഖരൻ നമ്മളിപ്പോഴും ചർച്ച ചെയ്യുക. ഇന്ന് പ്രതികളെ കോടതിയിൽ വിളിച്ചു വരുത്തി അവരൊക്കെ കൊടിസുനി ഉൾപ്പെടെ പറഞ്ഞു ഞാനൊക്കെ നിരപരാധിയാണ്, ജീവിക്കാൻ മാർഗ്ഗമില്ല, എൻ്റെ കള്ളക്കേസിൽ കുടുക്കിയതൊക്കെയാണെന്ന് കോടതിയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. കോടതി മിക്കവാറും അവരുടെ ജീവപര്യന്തം വർദ്ധിപ്പിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. പക്ഷേ അപ്പോൾ പോലും കൊടിസുനിയൊക്കെ ചേർന്നിട്ട് ചന്ദ്രശേഖരനെ കൊല്ലുമ്പോഴും ആ വണ്ടിയുടെ പുറകിൽ മാഷാള്ളാന്ന് എഴുതി വെച്ചു. മറ്റേ കേസരിയിൽ പൊതിഞ്ഞതുപോലെ മാഷാള്ളാന്ന് എഴുതി വെച്ചു. ഉടനെ ഇത് CPMകാരോ ചന്ദ്രശേഖരൻ്റെ പാർട്ടിക്കാരായ RMPക്കാരോ ഇത് മുസ്ലിങ്ങളാണെന്ന് കരുതുകയും ആ മുസ്ലിം ആളുകളുമായി ഒരു കലാപം ഉണ്ടായി കേരളം കത്തുമായിരുന്നു. ചില സമയത്തൊക്കെ പൊതിയുന്നത് നല്ലതാണ്. പണ്ട് ഏറ്റുമാനൂർ വിഗ്രഹം മോഷ്ടിച്ചു കൊണ്ടുപോയ സ്റ്റീഫൻസ് കമ്പിപ്പാര പൊതിഞ്ഞത് പത്രത്തിലാണ്. അതെ ആണ്. അത് ഒരു കുട്ടിയുടെ നോട്ട്ബുക്ക്. അതെ അതെ, നോട്ട്ബുക്കിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ. അതാണ് അങ്ങനെ കുട്ടിയുടെ ട്രേസ് ചെയ്ത് ആ കടയിലൊക്കെ പോയി അങ്ങനെയാണത് തെളിവിലേക്ക്. സാർ ഞാൻ പറയുന്നത് ഇതൊരു വലിയ ഭീകരാവസ്ഥയല്ലേ. ഇവർ ചെയ്യും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യും. അത് ഉടനെ ഒരു റെഡിമെയ്ഡായിട്ടൊരു പ്രതിയെ കണ്ടെത്തുക, അവരെ ആരോപിക്കുക. അത് ചെയ്യുന്നത് പ്രാദേശികമായിട്ടുള്ള വളരെ വിവരമില്ലാത്ത വല്ലവരും ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. സ്വരാജ് തൃപ്പൂണിത്തുറക്കാരുടെ ഭാഗ്യമോ നിർഭാഗ്യം കൊണ്ടോ MLA ആവാതെ പോയ ആളാണ്. അപ്പോൾ MLA ഒക്കെ ആയി ഒരുപക്ഷെ MLA ആയിരുന്ന ചിലപ്പോൾ എൻ്റെ നാടാണ്. MLA ആ സഖാവിൻ്റെ അഹങ്കാരം സഹിക്കാൻ വയ്യാതെയാണ് അതങ്ങനെ സംഭവിച്ചത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സ്ത്രീകളൊക്കെ പറയുന്നു മത്സരിച്ച സെക്രട്ടേറിയറ്റ് മെമ്പർമാരെല്ലാം മന്ത്രിമാരായി. ബാലഗോപാലും P രാജീവ്. സ്വരാജ് ജയിച്ചിട്ട് മന്ത്രിയാകുമായിരുന്നു. അപ്പം മന്ത്രി വരെ ആകാൻ സാധ്യതയുണ്ടായിരുന്ന ആളാണ് ഇങ്ങനെ നാടിനെ കുട്ടിച്ചോറാക്കുന്നത്. പക്ഷെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കേസ് കൊടുത്തിട്ടുണ്ട് ബാബുവിനെതിരെ. അപ്പം മറ്റേ ചണ്ഡീഗഡ് മേയർ കേസിൽ 142 സവിശേഷ അധികാരം പ്രയോഗിച്ചില്ലായിരുന്നോ സുപ്രീം കോടതി? അങ്ങനെ സവിശേഷാധികാരത്തിന്റെ വകുപ്പോ മറ്റോ പ്രയോഗിച്ച് ഇദ്ദേഹത്തിന് വിജയിയായി പ്രഖ്യാപിക്കുമോ എന്നൊക്കെ ഒരു സംശയം സ്വരാജിന് ഉണ്ടെങ്കിലോ? അല്ല എങ്കിൽ പോലും അങ്ങനെയൊക്കെ മന്ത്രിയൊക്കെയായി ഭരണഘടനാ പദവിയിൽ എത്താൻ വരെ നിയോഗം ഉണ്ടായിട്ട് മാറിപ്പോയ ആളാണ് സ്വരാജ്. അദ്ദേഹമൊക്കെ കേട്ട പാതി ഒരു വിവരവും കിട്ടാതെ ഉടനെ RSS ആണെന്നുള്ള നിരുത്തരവാദപരമായി പറയുന്നത് ഈ നാടിനെ രക്ഷിക്കാൻ അല്ലല്ലോ. അദ്ദേഹത്തിന് പരിചയമുള്ളൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നത്. ഇനി ഒരു കേസ് കൂടി ഞാൻ പറയാം. വെഞ്ഞാറമ്മൂട് മിഥിലാജിനെയും ഹക്ക് മുഹമ്മദിനെയും 2 DYFIക്കാരെ കൊന്നത് ഓർക്കുന്നില്ലേ? അന്ന് കൊന്നപ്പോൾ
CPM എന്താണ് പറഞ്ഞത് ഉടനെ? റഹീം ഇപ്പോ ആയിരിക്കുന്ന അദ്ദേഹം പറഞ്ഞത് അടൂർ പ്രകാശ് ആണ് അതിന്റെ പിന്നിൽ. അതെല്ലാ പാർട്ടിക്കാരും ഉണ്ട്. CPM DYFIക്കാരും ഉൾപ്പെടെയാണ് കൊലയാളികളെ അതായത് ഒരു കൊട്ടേഷൻ പോവുകയാണ്. ആ കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു CPM നേതാവിന്റെ മകനാണ് അല്ലേ? പണ്ട് 10ാം ക്ലാസ്സിലോ മറ്റോ പഠിച്ചിരുന്നൊരു വിദ്യാർത്ഥിയുടെ കാല് തല്ലി ഒടിച്ചതിനെ തുടർന്നുള്ള പ്രതികാരത്തെ തുടർന്ന് ഇതൊക്കെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. കൊട്ടേഷനായിരുന്നു. ഇപ്പം നമ്മൾ ഈ സത്യനാഥൻ്റെ കേസിൽ കണ്ട പോലെ ഇതും ഒരു ക്ഷേത്രോത്സവത്തിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ വെഞ്ഞാറമൂട് കൊലപാതകം. അവിടെയും ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾ MP എല്ലാം കൂടിയാണ് ഇതിനൊത്താശ ചെയ്തത് എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് നമുക്കറിയാമായിരുന്നു CCTV, മൊബൈൽ ഫോൺ, അങ്ങനത്തെ ഡാറ്റ രേഖകളിൽ നിന്നൊക്കെ ഇതിനു മുമ്പ് ഈ ഒന്നാം പ്രതി പ്രതിയായി വരുന്ന ആളുടെ മേത്തും 17 വെട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. വീക്കായിട്ടുള്ള സംഘം തോറ്റു മരിച്ചു. അതെ, അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. കൊട്ടേഷൻ CPM-കാർ തന്നെ കൊട്ടേഷൻ കൊടുക്കുന്നു അല്ലേ? CPM-കാർ പല പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവിക്കുന്നു. മറ്റേ ചന്ദ്രശേഖരന്റെ വധക്കേസിലാണെങ്കിൽ കൊടിസുനിയും അനൂപും വാടകൊലയാളികളാണല്ലോ. അപ്പൊ ഏതവസ്ഥയിലേക്കും തരം താഴാൻ, ഹിംസയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് CPM എന്നുള്ളതാണ്. ഇത്രയും സംഭവങ്ങൾ, ഇതിനേക്കാൾ കൂടുതൽ സംഭവങ്ങൾ കാണുമായിരിക്കും നമ്മളെ ഓർമ്മയിൽ നിന്ന്. അല്ല, രാഷ്ട്രീയത്തിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നത് തന്നെ ഏറ്റവും അധമമാണ്. അപ്പൊ അതിലും ഭീകരമാണ്. അങ്ങനെ ചെയ്തിട്ട് അതുമായി ഒരു പങ്കില്ലാത്ത ഗ്രൂപ്പാണെന്ന് പ്രചരിപ്പിക്കുക, അവരുമായി വീണ്ടും ഒരു സംഘർഷം നാടിന്റെ പലയിടത്തും മാത്രമല്ല പറഞ്ഞത് എന്നുള്ളതാണ്. ഞാൻ അതിൽ ഏറ്റവും മുതിർന്ന നേതാവ് സ്വരാജ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. അരുൺകുമാർ, N. വിജയൻ, പിന്നെ അമ്പാടിമുക്ക് സഖാക്കൾ, ഞാൻ അവരെയൊക്കെ കാണുന്നു സാർ. അവരൊക്കെ പാർട്ടിയിലെ ഹയറാർക്കി അനുസരിച്ച് ഏറ്റവും താഴേക്കിടെയുള്ള സഖാക്കളാണ്. ഇദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹത്തിന് ഇത്തരം ആജ്ഞ കൊടുക്കുന്ന ആളാണ്. കാരണം മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണ്. അതെ, അദ്ദേഹത്തിന് ഇങ്ങനെ വീഴ്ച പറ്റാൻ പാടില്ല. ഒരു ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. കാരണം നാട്ടിൽ കൂടുതൽ സംഘർഷങ്ങളും കൂടുതൽ അക്രമങ്ങളും വ്യാജ പ്രചാരണങ്ങൾ വഴി ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവ് ഒരു ബുദ്ധിജീവി നാട്യമൊക്കെയുള്ള സ്വരാജിനില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അദ്ദേഹം ചെറുകഥാകൃത്തുവാണ്. കഥയോ മറ്റോ എഴുതിയാൻ കഥ എഴുതിയിട്ടുണ്ട്. ഭാവനയ്ക്ക് അവകാശമുള്ള ആളാണ്. പക്ഷേ കഥകൾ നന്നായിരുന്നു കേട്ടോ. കലാഭവനിൽ വന്നിരുന്ന 2 കഥകളും നല്ല കഥകളായിരുന്നു, പറയാതെ തരവില്ല. പക്ഷേ ഇവിടെ ഭാവന പാളിപ്പോയി. ആ ഭാവന നന്നായിരുന്നു. ആ വഴിയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. വഴിതെറ്റിയാണ് ഇപ്പോൾ. ഏതായാലും രാഷ്ട്രീയ പാർട്ടികൾ കൊലക്കത്തി താഴെയിടുന്ന ഒരു കാലം വരണമെന്ന് നമുക്ക് ആശിക്കാം. പക്ഷേ മറ്റാരെങ്കിലും ചെയ്തിട്ട് അതുമായി ഒരു ബന്ധമില്ലാത്ത ആളുകളുടെ തലയിലിട്ട് കൊടുക്കുക. RSSന്റെ തലയ്ക്ക്, RSS മാത്രമല്ല ആരുടെയും തലയിലിടാതിരിക്കട്ടെ എന്ന് ഒരു കൃത്യമായ തെളിവുകളില്ലാതെ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തി നാടിനെ കുട്ടിച്ചോറാക്കരുത് എന്ന് നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, അതുകൊണ്ട് നമുക്ക് ഇവരോട് അപേക്ഷിക്കാം. ഈ നാടിനെ നിങ്ങൾ ഒരു കലാപഭൂമിയാക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.